എല്ലാവർക്കും നമസ്കാരം. 7ാം എപ്പിസോഡിലോട്ട് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ശിപായി ലഹളയെ കുറിച്ചാണ്. ശിപായി ലഹളയുടെ വിജയം ഒരു ആത്മവിശ്വാസം നൽകിയിരുന്നു. സൂപ്പർ സ്റ്റാറിൽ ഉണ്ടാക്കിയ വിവാദങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങി ഒരു ഹിറ്റ് ചിത്രം ഉണ്ടായി എന്ന് പറയുമ്പോൾ എന്നെ കണക്ക് ആരുടെയും കൂടെ അസിസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ചലച്ചിത്ര മേഖല വേറെ ബന്ധമൊന്നും ഇല്ലാത്ത ഒരു കക്ഷിക്ക് ഒരു ഹിറ്റ് കിട്ടുക എന്ന് പറയുന്നത് എൻ്റെ ഒരു മനസ്സിന് കുറച്ച് ബലം കൂട്ടി. രണ്ടാമതായിട്ട് പ്ലാൻ ചെയ്തത് മിസ്റ്റർ ക്ലീൻ എന്നുള്ള ചിത്രമായിരുന്നു. മിസ്റ്റർ ക്ലീൻ പ്രൊഡ്യൂസ് ചെയ്തത് GK ഫിലിംസ്, ശ്രീനിവാസനും കുര്യാക്കോസും കൂടി ചേർന്നായിരുന്നു. രാജൻ കിരിയത്ത്, വിനു കിരിയത്തായിരുന്നു അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയത്. എൻ്റെ ഭാര്യ നീനയായിരുന്നു അതിന് കഥ എഴുതിയത്. കഥ നീന എഴുതിയെന്ന് പറയുമ്പോൾ അത് ഞങ്ങൾക്കൊക്കെ ഉണ്ടായ ഒരു അനുഭവമായിരുന്നു ആ കഥ. എപ്പോഴും നമ്മുടെ ഈ അനുഭവത്തിൽ നിന്നുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാക്കുമ്പോൾ അതിപ്പം കരുമാടിക്കുട്ടനായിക്കോട്ടെ, ദാദാ സാഹിബ് ആയിക്കോട്ടെ, അല്ലെ വാസന്തി ആയിക്കോട്ടെ ഒക്കെ ഞാൻ പറയാറുണ്ട്, ശിപായി ലഹള അതെ, നമുക്കുള്ള അനുഭവത്തിൽ നിന്നുള്ള ത്രെഡ് ഉണ്ടാക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ജീവനുണ്ടായി. എൻ്റെ അമ്പലപ്പുഴയിലെ ജീവിതകാലത്തെ പറ്റി ഞാൻ പറഞ്ഞിരുന്നല്ലോ. അവിടെ ജീവിക്കുമ്പോൾ ഞങ്ങളൊരു ക്ലിനിക്ക് നടത്തിയിരുന്നു, ഒരു ഹോസ്പിറ്റൽ നടത്തിയിരുന്നു. കാരണം എൻ്റെ തന്നെ ഒരു സുഹൃത്തായ ജയകുമാർ, അയാൾ MBBS പാസ്സായിട്ട് വന്നൊരു ക്ലിനിക്കൊക്കെ നടത്തി. അത് നല്ലപോലെ ഫ്ലറിഷിംഗ് ആയിട്ട് പോകുമ്പോൾ ഇദ്ദേഹം ജോലി കിട്ടി, ദുബായിക്ക് പോയി. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞു. അത് ചുമ്മാ കളയണ്ട, കാരണം അവിടെ കോസ്റ്റൽ ഏരിയ ആണല്ലോ, ഒത്തിരി പേർക്ക് സഹായമാകുന്നതാണ്. അന്ന് ഈ ചെറിയ പൊതുപ്രവർത്തനമൊക്കെ ഉണ്ട് എനിക്ക്. അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്തു. അന്നത്തെ കാലത്തൊരു പ്രശ്നം, നമ്മളാരും ഡോക്ടേഴ്സ് അല്ലല്ലോ, ഈ ഡോക്ടേഴ്സിനെ കിട്ടാനാണ് ക്ലിനിക്കുകളിൽ പാടാ. ക്ലിനിക്ക് വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അന്നൊരു വലിയ ഒരു സുഹൃത്ത് വലയം തന്നെ എനിക്കുണ്ടായിരുന്നു അമ്പലപ്പുഴയിൽ. കച്ചേരിമുക്കിൽ അവിടെ റേഡിയോ ലാൻഡ് എന്നും പറഞ്ഞൊരു ഇലക്ട്രോണിക് കട നടത്തുന്ന ബേക്കറിക്ക, പിന്നെ ഗോവിന്ദൻ, മുരളി, സോമൻ, ബാലൻ സാറ്, ലത്തീഫ്, മാത്യു, കുട്ടൻ എന്ന് 2 തിയേറ്റർ ഉണ്ടായിരുന്നു, സ്വപ്ന ടാക്കീസ് ആൻഡ് കൃഷ്ണ ടാക്കീസ്. പിന്നെ മോഹൻ, ശശി, ഷറഫ്, കാരിക്ക പ്രഭാകരൻ, രാജൻ, ശിവശങ്കരൻ, ബാബു, ഹരിഹരൻ, ഹരിദാസ് ചേട്ടൻ, അങ്ങനെ ഒരു വലിയ വിഭാഗം തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഹോസ്പിറ്റൽ ഞാൻ നടത്തുന്നത് അവിടുത്തെ തമ്പാൻ എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു ബിൽഡിംഗ് ഒക്കെ വാടകയ്ക്ക് എടുത്ത് നടത്തി. അവിടെ ഒരു പുതിയ ഡോക്ടർ വന്നു. അത് എൻ്റെ സുഹൃത്ത് മുരളിയാണ് ഈ ഡോക്ടർമാരെയൊക്കെ എവിടെന്നെങ്കിലും കൊണ്ടുവരുന്നത്. എനിക്കിന്ന് നാടകം കളിയുണ്ട്, ഇലക്ട്രിസിറ്റി ബോർഡ് ഉദ്യോഗമുണ്ട്, പൊതുപ്രവർത്തനം ഉണ്ട്, അങ്ങനെയൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ ഒരു ഡോക്ടർ വന്ന് അയാൾക്ക് ഭയങ്കര പേരായി. അദ്ദേഹത്തിന് ഈ സാധാരണക്കാരുടെ ഭയങ്കര അപ്രിസിയേഷനായി. അങ്ങനെ ഇരിക്കെ അമ്പലപ്പുഴയിലെ സർക്കിൾ ഇൻസ്പെക്ടർ എൻ്റെ പരിചയക്കാരനാണ്. അപ്പൊ അദ്ദേഹം ഒരു ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു, വിനയ ഹോസ്പിറ്റലിലൊന്നും ഞങ്ങൾക്ക് വരേണ്ട കാര്യമുണ്ട്, വിനയനവിടെ കാണൂ. ഞാൻ പറഞ്ഞു, എന്താണ് പ്രശ്നം, എന്താണ്? അത് ഞാൻ പറയാം, നമ്മുടെ ഒരു ഡോക്ടർ അവിടെ ഇരിക്കുന്നില്ല. ആ ഡോക്ടറെ എവിടെ നിന്നാണ് കിട്ടി? ഞാൻ പറഞ്ഞത് ഇടുക്കിയിലൊരു ഹോസ്പിറ്റലിൽ അദ്ദേഹം വർക്ക് ചെയ്യായിരുന്നു, അവിടെ നിന്ന് പ്രശ്നം ഉണ്ടെന്നും പറഞ്ഞ് എൻ്റെ സുഹൃത്താണ് അദ്ദേഹത്തെ കൊണ്ടുവന്ന്. അയാള് വ്യാജ ഡോക്ടറാണ്. നമ്മൾ ഞെട്ടി. വ്യാജ ഡോക്ടർ, അവിടെ ഏറ്റവും കൂടുതൽ പേര് എടുത്തിരിക്കുന്ന ഒരു ഡോക്ടറാണ്. അത് പിന്നെ പ്രശ്നമായി, പോലീസ് അയാളെ പൊക്കി, കേസൊക്കെ ആയി. ഇയാളെ അവിടുന്ന് മാറ്റി ഹോസ്പിറ്റലിൽ വേറെ ഡോക്ടർ വന്നപ്പോൾ നാട്ടുകാരൊക്കെ എനിക്കെതിരായി. അവിടെ കോസ്റ്റൽ ബെൽറ്റുള്ള എൻ്റെ സുഹൃത്തുക്കളായ പാവപ്പെട്ട ആൾക്കാരൊക്കെ അവർ പറഞ്ഞു, ഇത്രയും നല്ലൊരു ഡോക്ടറെ ഞാനെന്തോ പറഞ്ഞു വിട്ട ലെവലിലാണ് അവർ പറയുന്നത്. ഇയാള് വ്യാജ ഡോക്ടറാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരോട്ട് വിശ്വസിക്കുന്നില്ല. അത്രമാത്രം ജനങ്ങളുടെ പ്രീതി പുള്ളി സമ്പാദിച്ചു. പിന്നെ അത് പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ പാടുപെട്ടു. ഈ ഒരു ത്രെഡായിരുന്നു മിസ്റ്റർ ക്ലീൻ എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ സിനിമാക്കാരനായിട്ട് വന്നപ്പോൾ ഉപയോഗിച്ചത്. മുകേഷ് ആയിരുന്നു ആ വ്യാജ ഡോക്ടറായിട്ട് ചെയ്തത്. ശ്രീനിവാസനുണ്ടായിരുന്നു, പിന്നെ ആനി, ഷാജി കൈലാസിന്റെ ഭാര്യ ആനി ആയിരുന്നു അതിനകത്തൊരു നായിക, ദേവയാനി ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ താരനിര, രാജേട്ടൻ ഉണ്ടായിരുന്നു. അങ്ങനെ ആ സിനിമ നല്ല സക്സസ് ആയിരുന്നു. അപ്പോൾ ആ സിനിമയിലെ ലാൽ ജോസ് ഉണ്ടായിരുന്നു അസോസിയേറ്റ് ആയിട്ട്. ശിപായി ലഹളയിലും ലാൽ ജോസ് ആയിരുന്നു എൻ്റെ അസോസിയേറ്റ്. ഈ മിസ്റ്റർ ക്ലീൻ്റെ പകുതി വരെ ലാൽ ജോസ് ഉണ്ടായിരുന്നു. പകുതിയായപ്പം ലാലിൻ്റെ ഏതോ പടത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ വർക്കിന് പോയി. അന്നേ ഞാൻ മനസ്സിൽ പറഞ്ഞിരുന്നു, ലാലിനോടും പറഞ്ഞിരുന്നു, ഒരു ഭാവനാസമ്പന്നനായ ഡയറക്ടറാകും നീ എന്നുള്ള കാര്യത്തിൽ. ഈ മിസ്റ്റർ ക്ലീൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന ചിത്രം കല്യാണ സൗഗന്ധികമായിരുന്നു. കല്യാണ സൗഗന്ധികം പ്ലാൻ ചെയ്തത് സത്യത്തിൽ ഇന്നത്തെ മലയാളത്തിലെ ഏറ്റവും വലിയ ഒരു പ്രൊഡ്യൂസർ എന്ന് വേണേൽ പറയാവുന്ന രഞ്ജിത്ത് ഉണ്ടല്ലോ, M രഞ്ജിത്ത്. ഇപ്പം തുടരും മോഹൻലാലിൻ്റെ ഹിറ്റ് പടം എടുത്താം. രഞ്ജിത്ത് പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് വർക്ക് ചെയ്ത പടമാണ് കല്യാണ സൗഗന്ധികം. അതിനുമുമ്പ് അദ്ദേഹം പ്രൊഡ്യൂസറായിരുന്നു.
എനിക്ക് വളരെ അറിയാവുന്ന ഒരു ചെറുപ്പക്കാരാണ്. ഭയങ്കര സ്മാർട്ടായിട്ട് മനസ്സിൽ ഇങ്ങനെ സിനിമ എന്നുള്ള ഫയറുമായിട്ട് നടക്കുന്ന ഒരു കക്ഷിയാണ്. രഞ്ജിത്താണ് ഇങ്ങനെ പള്ളാശ്ശേരിയിൽ ഒരു BC അശോകിൻ്റെ ഒരു കഥയുണ്ട്. പള്ളാശ്ശേരി സ്ക്രിപ്റ്റ് എഴുതും. അങ്ങനെ വന്നിട്ട് ഡിസ്കസ് ചെയ്ത് അന്ന് ദിലീപ് ഈ സല്ലാപം കഴിഞ്ഞിട്ട് ഒരു സോളോ ഹീറോ ആയിട്ടില്ല. ദിലീപിനെ സല്ലാപത്തിൽ മനോജ് കജയനും ദിലീപും ആണല്ലോ, മഞ്ജു അവരായിരുന്നല്ലോ അതിനകത്തെ ആർട്ടിസ്റ്റുകൾ. അപ്പം ഈ കല്യാണ സൗന്ദര്യം പ്ലാൻ ചെയ്യുമ്പം അതിനകത്ത് ഫ്രെയിം ടു ഫ്രെയിം ഉള്ള ക്യാരക്ടറാണ് ദിലീപ്. അങ്ങനെ ദിലീപിനെ നമ്മൾ കാസ്റ്റ് ചെയ്തു. കല്യാണ സൗഗന്ധികം അതിന്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് പെരുമ്പാവൂരുള്ള കാസിം വെങ്ങോല എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത് തന്നെയായിരുന്നു. അദ്ദേഹം അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് മരിച്ചു വരും ആക്സിഡന്റിൽ. ഈ കല്യാണ സൗഗന്ധികത്തെ പറ്റി പറയുകയാണെങ്കിൽ കുറേയേറെ ഇൻസിഡൻസ് ഉണ്ട് അതിനകത്ത് പറയാനായിട്ട്. സത്യത്തിൽ അതിൻ്റെ ഒരു പേരാദ്യം ആയിട്ടില്ലായിരുന്നു. ഒരു വൈദ്യരെ വേഷം മാറി വന്ന് ദിലീപ് പറ്റിക്കുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ഹ്യൂമർ സ്റ്റോറി ആയിരുന്നു. അതിനകത്ത് ഈ വൈദ്യരായിട്ട് അഭിനയിച്ചെന്ന് ക്യാപ്റ്റൻ രാജേട്ടനായിരുന്നു. അന്ന് പുള്ളി അസലായിട്ട് അത് ചെയ്തിരുന്നു. ജോൺസൺ മാസ്റ്റർ ആയിരുന്നു അതിന്റെ മ്യൂസിക്. അതിലെ പാട്ട് എഴുതുന്ന സമയത്ത് കൈതപ്പുറം എഴുതിയ ലൈനിൽ നിന്നാണ് ആക്ച്വലി കല്യാണ സൗഗന്ധികം എന്നുള്ള പേര് തന്നെ ഉണ്ടാകുന്നത്. കല്യാണ സൗഗന്ധികം മുടിയിലണിയുന്ന തിരുവാതിരി എന്നുള്ള പാട്ടിൽ നിന്നാണ് ആ പേര് കൊള്ളാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ആ പേര് ആ പടത്തിനിടുന്നത്. ആ സിനിമയിൽ കുറേ അധികം ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. ദിലീപിനെ കൂടാതെ ജഗദീഷ് ഉണ്ടായിരുന്നു, ജഗദീഷ് ശ്രീകുമാർ ഉണ്ടായിരുന്നു, സൈനുദ്ദീൻ ഉണ്ടായിരുന്നു, ഹരിശ്രീ അശോകൻ ഉണ്ടായിരുന്നു, ക്യാപ്റ്റൻ രാജു ഉണ്ടായിരുന്നു, ഇപ്പം മരിച്ചുപോയ കൽപ്പനയുടെ സഹോദരൻ ഊർവശിയുടെ സഹോദരൻ കമലായിരുന്നു അതിനകത്തെ മെയിൻ വില്ലനായിട്ട് അഭിനയിച്ചത്. ആ ചിത്രം സെൻട്രൽ പിക്ചേഴ്സ് ആയിരുന്നു ഡിസ്ട്രിബ്യൂഷൻ എടുത്തത്. പിന്നെ ആ ചിത്രം നല്ല വിജയമായപ്പോൾ ഒരു ഔട്ട് റേറ്റ് എടുക്കുകയായിരുന്നു. കല്യാണ സൗന്ദര്യത്തിൽ എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വം ക്യാമറാമാനായ ബിപിൻ മോഹൻ ചേട്ടനായിരുന്നു. അദ്ദേഹം മിസ്റ്റർ ക്ലീനിലും പുള്ളിയായിരുന്നു ക്യാമറ, കല്യാണ സൗന്ദര്യത്തിലും ബിപിൻ ചേട്ടൻ തന്നെയായിരുന്നു ക്യാമറ. ഒരു ഡയറക്ടോറിയൽ ഹെൽപ്പൊക്കെ തരുന്ന, ക്രെയിൻ്റെ മേളിൽ നിന്നൊക്കെ വേണമെങ്കിൽ ഒരു ഷോട്ടൊക്കെ എടുക്കുമ്പോൾ ചാടി ഇറങ്ങിയിട്ട് അത് ഇങ്ങനെ ഹ്യൂമർ ചെയ്യുന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തരുന്ന ഭയങ്കര സ്മാർട്ടായിട്ടുള്ള ഒരു കക്ഷിയായിരുന്നു അദ്ദേഹം. ഒരു ചേട്ടനെ കണക്ക് ഞാൻ കണ്ടിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു ഇന്നത്തെ വലിയ പ്രശസ്ത ക്യാമറാമാൻ ഷാജി കുമാർ. പിന്നെ അതിന്റെ ഒരു കോർഡിനേറ്റർ എന്നുള്ള നിലയിൽ രഞ്ജിത്തിന്റെ കാര്യം ഒന്നുകൂടി പറയാണ്ടിരിക്കുന്നു. രഞ്ജിത്ത് പിന്നെ എൻ്റെ കൂടെ 2-3 പടങ്ങൾ പിന്നെ ചെയ്തിട്ടുണ്ട്. കൺട്രോളറായിട്ട് ഉല്ലാസ പൂങ്കാരി ചെയ്തിട്ടുണ്ട്, ആൻഡ്രിയ കൊട്ടാരം ചെയ്തിട്ടുണ്ട്. കല്യാണ സൗഗന്ധികം സിനിമയിലാണ് രഞ്ജിത്ത് എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് ചിപ്പിയുമായിട്ട് പരിചയപ്പെടുന്നതും അവരുടെ ഒരു സൗഹൃദത്തിലോട്ട് പോകുന്നതൊക്കെ ആ ചിത്രത്തിൽ കൂടായിരുന്നു. എനിക്കത് അറിയാമായിരുന്നു. ഇന്ന് മലയാള സിനിമയിൽ ഏറ്റവും നല്ല ദമ്പതികളാണ് സിനിമാക്കാർ വിവാഹം കഴിച്ചിട്ടുള്ളത്. ആ ചിത്രത്തിൽ നായികയായിട്ട് കാസ്റ്റ് ചെയ്തിരുന്നത് ദിവ്യ ഉണ്ണി എന്ന് പറയുന്ന ആർട്ടിസ്റ്റായിരുന്നു. ദിവ്യ ഉണ്ണിയെ നിങ്ങൾക്കറിയാം, എല്ലാ ഭാഷകളിലും അവർ അതിനുശേഷം അഭിനയിച്ചു. അതിനുശേഷം ആകാശഗംഗയിലും ദിവ്യ ഉണ്ണിയായിരുന്നു നല്ല വേഷം ചെയ്തത്. ഈ പടത്തിൽ കൊണ്ടുവരുമ്പോൾ ദിവ്യ ഉണ്ണിക്ക് ആക്ച്വലി എനിക്ക് തോന്നുന്നു 14-15 വയസ്സാകാണ്ടേ 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്താണ്. ദിവ്യയുടെ അച്ഛൻ ഉണ്ണിയേട്ടൻ എൻ്റെ ഒരു വലിയ ഫ്രണ്ടായിരുന്നു. അങ്ങനെ ദിവ്യ മിടിക്കുകയാണ്, നല്ല ഡാൻസറാണ്, ദിവ്യ കാസ്റ്റ് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു. ഷൂട്ടിങ് തുടങ്ങി. അപ്പോഴാണ് സെൻട്രൽ പിക്ചേഴ്സിന്റെ അവരുടെ ഒരു ബിസിനസ് കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും അവരൊരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വരികയും അന്ന് മോഹിനി ഭയങ്കരമായിട്ട് ഫ്ലറിഷിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു കാലമാണ്. മോഹിനി എൻ്റെ ചിത്രത്തിൽ അതിന് ശേഷം അഭിനയിച്ചിട്ടുണ്ട്, പ്രണയനിലാവ്, ഉല്ലാസപ്പൂക്കാറ്റൊക്കെ. പക്ഷേ ഈ ചിത്രത്തിൽ ദിവ്യ ഉണ്ണിയെ മാറ്റിയിട്ട് മോഹിനിയെ വെക്കണമെന്നൊരു സജഷൻ വന്നു. കാരണം ദിവ്യ ഉണ്ണി പുതുമുഖമാണ്, ദിലീപ് എന്ന് പറയുന്ന ആളെന്ന വലിയ എസ്റ്റാബ്ലിഷ്ഡ് അല്ല. അപ്പോൾ ഇത് രണ്ടും കൂടി പോയാൽ എങ്ങനെ ആകും എന്നുള്ള ഒരു ടെൻഷൻ. അവർ വലിയ കമ്പനിയാണല്ലോ സെൻട്രൽ പിക്ചേഴ്സ്. ഞാൻ തീർത്തും പറഞ്ഞു ഇത് ആ കുട്ടി സക്സസ് ആയിരിക്കും, ഈ ക്യാരക്ടറിന് എനിക്ക് ഉറപ്പാണ്. നമുക്ക് ഓരോ സിനിമയ്ക്കും ഓരോ ക്യാരക്ടർ വരുമ്പോഴാണല്ലോ നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നത്. അന്ന് പ്രത്യേകിച്ചും ഈ മോണിറ്റർ ഒന്നും ഇല്ലല്ലോ, അന്ന് ഫിലിമിലാണ്. നമുക്കൊരാളെ ഷൂട്ട് ചെയ്താൽ കണ്ട് പിന്നെ മദ്രാസിൽ കൊടുത്തയച്ചത് വാഷ് ചെയ്ത് ഇവിടെ ഏതെങ്കിലും തിയേറ്ററിലൊക്കെ ഇട്ട് കണ്ടാലേ പറ്റത്തുള്ളൂ. അവർക്ക് സെൻട്രൽ പിക്ചേഴ്സിന് വലിയ ടെൻഷനായി. ഞാൻ പറഞ്ഞു അത് മാറ്റാൻ പറ്റില്ല ഒരു തീരുമാനത്തിൽ ഞാൻ എത്തി. അങ്ങനെ ഷൂട്ടിങ് തുടങ്ങി. എനിക്ക് തോന്നുന്നത് അവരത് പ്രസാദ് ലാബിൽ പോയി ഈ റഷ് അടിച്ച് കണ്ടു. കാരണം അവരുടെ ഒരു അന്നത്തെ ബന്ധു അവരുടെ ഏറ്റവും വലിയ കമ്പനിയാണല്ലോ മലയാള സിനിമയിൽ, അവർക്ക് സാധിക്കും. അതുകൊണ്ടായിരിക്കാം തിരിച്ച് അതിൻ്റെ ഷാജിയും വിജിയും ഒക്കെ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, വിനയം പറഞ്ഞതൊക്കെ എന്നെ ഒരു ചെറിയ ശ്രീദേവി കട്ടുണ്ട് ഈ കുട്ടിക്ക്, അതുകൊണ്ട് നമുക്ക് ഈ കുട്ടിയെ തന്നെ വെച്ച് പൊക്കോ, വിനയന്റെ ഒരു കോൺഫിഡൻസ് അല്ലേ എന്ന് അവർ പറഞ്ഞു. അതൊരു വലിയ വാശിയൊന്നും പിടിച്ചില്ലെങ്കിലും നമ്മൾ ഒരാൾക്ക് കൊടുത്ത വാക്ക്, ദിവ്യ ഉണ്ണിയുടെ അച്ഛന് ഉണ്ണിയേട്ടന് കൊടുത്തൊരു വാക്ക് മാത്രമല്ല അത് മോശമാകില്ല, ആ ക്യാരക്ടർ ആ കുട്ടി നല്ലപോലെ ചെയ്യും എന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു. ആ ചിത്രം നമുക്കറിയാം ഭയങ്കര ഒരു സൂപ്പർ ഹിറ്റായിട്ട് പോയ പടമാണ്. ആ ചിത്രത്തിൽ വളരെ രസകരമായ മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ
ജഗതി ശ്രീകുമാറിന്റെ ഒരു ഇഷ്യൂ ആയിരുന്നു. പലരും അന്ന് എന്നോട് പറയുമായിരുന്നു പടമൊക്കെ സൂപ്പറാണ്, പക്ഷേ ജഗതി ശ്രീകുമാറിന്റെ ഡബ്ബിങ് പിന്നെ ഇച്ചിരൂടെ ശ്രദ്ധിക്കണമായിരുന്നു എന്നൊക്കെ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ചിരിക്കുമായിരുന്നു. ചിലരോടൊക്കെ ഞാൻ അതിന്റെ സത്യാവസ്ഥ പറഞ്ഞു. പിന്നീടാണ്, കുറെ നാളുകൾക്ക് ശേഷമാണ് അത് ജഗതി ശ്രീകുമാർ അല്ല ഡബ് ചെയ്തത്, രമേശ് കുറുമശ്ശേരി എന്ന് പറയുന്ന ഒരു മിമിക്രി ആർട്ടിസ്റ്റ് എൻ്റെ ഒരു സുഹൃത്താണ്, അദ്ദേഹമാണ് അത് ഡബ് ചെയ്തതെന്നുള്ളത് വെളിയിൽ വരുന്നത്. അന്ന് ജഗതി ചേട്ടൻ ഒരു കേസിൽപ്പെട്ടിരുന്നു. ആ കേസിൽപ്പെട്ടിട്ട് അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടി വന്നു. ചിത്രം റിലീസ് ചെയ്യാനുള്ള ഡേറ്റും തീരുമാനിച്ചു. ഇദ്ദേഹത്തിന് കേസ് തീരും, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് പ്രശ്നം ഉണ്ടാകില്ല എന്ന് ധരിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയത്. പക്ഷെ പുള്ളിക്ക് വെളിയിൽ വരാൻ പറ്റാത്തൊരവസ്ഥയായി. പുള്ളി അന്ന് മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഡബ് ചെയ്യാൻ വലിയ ടെൻഷനായി. അപ്പം പുള്ളിയെ എന്തോ പോലീസ് കേസൊക്കെ ആയപ്പം ഞങ്ങൾ മദ്രാസിലാണ്, ജയലളിതയുടെ ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നല്ലോ, ഫിലിം സിറ്റി ആണെന്ന് തോന്നുന്നത്, അവിടെ ആയിരുന്നു അതിന്റെ ഡബ്ബിങ് നടന്നിരുന്നത്. അവിടെ എന്നെ തപ്പി പോലീസൊക്കെ വരികയൊക്കെ ചെയ്തു. ജഗതി ശ്രീകുമാർ ഡബ് ചെയ്യാൻ വരുമ്പോൾ അറിയിക്കണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അറിയിക്കാം എന്ന് പറയുകയും ചെയ്തു. അവിടുന്ന് നമ്മൾ രമേശിനെ കൊണ്ടൊന്നും നല്ല ടൈം എടുത്തിട്ട്, ഈ ജഗതി ചേട്ടനാണ് അതിനകത്ത് ചെയ്തിരിക്കുന്നത്, ഭയങ്കര ഹ്യൂമറസ് ക്യാരക്ടറാണ്. പുള്ളിയുടെ ചില ആക്ഷൻസും പുള്ളിയുടെ ചില പ്രത്യേക നോഡിങ്ങും ഒക്കെ നമുക്ക് ഇടാനായിട്ട് വലിയ പാടാണ്. അത് ഏതായാലും ടൈം എടുത്ത് നമ്മളത് ചെയ്തു കഴിഞ്ഞിട്ട് പടത്തിന്റെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞപ്പോൾ എന്നോട് അതിന്റെ ഈ അന്വേഷണത്തിലുണ്ടായിരുന്ന ഒരു സർക്കിൾ ഇൻസ്പെക്ടർ വിളിച്ചു പറഞ്ഞു, ഒരു പോലീസ് അന്വേഷിക്കുന്ന ഒരു പ്രതിയെ നമ്മൾ ഒളിപ്പിച്ച് താമസിപ്പിച്ചാലും അത് ഭയങ്കര കേസാണെന്ന് നിങ്ങൾക്ക് അറിയില്ലെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛനെ, ഇത് സത്യത്തിൽ ഇതിന്റെ ഡബ് ചെയ്ത് പുള്ളിയല്ല. അങ്ങനെ ആ പടം വേറെ വോയിസിലാണ് നമ്മൾ റിലീസ് ചെയ്തത്. കല്യാണ സൗന്ദര്യത്തിന്റെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ, ദിലീപ് എന്ന് പറയുന്ന നടൻ ഒരു വലിയ സ്റ്റാർഡം ഉണ്ടാക്കി കൊടുത്തു. അത് കണക്ക് ദിവ്യ ഉണ്ണി എന്ന് പറയുന്ന ഒരു നടിയെ നമ്മൾ സിനിമയിലോട്ട് കൊണ്ടുവന്നു. ആ ചിത്രത്തില് പറ്റി ഒരു വേറൊരു വിവാദം വലുതായിട്ട് ഈ അടുത്ത കാലം വരെ ഞാൻ അടുത്ത കാലത്ത് അതിനെപ്പറ്റി ക്ലാരിഫൈ ചെയ്തു. കാരണം എന്നോടാരും ചോദിച്ചിട്ടില്ല ക്ലാരിഫൈ ചെയ്യാനായിട്ട്. ഞാൻ പിന്നെ അത് അങ്ങനെ പറഞ്ഞിട്ടുമില്ല. കാരണം ദിവ്യ ഉണ്ണി അതിനകത്ത് നിങ്ങൾക്കറിയാമല്ലോ, 15 വയസ്സുള്ള അല്ലെ 14 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ദിവ്യ ഉണ്ണിയും കലാഭവമണിയുമായിട്ടൊരു ഡാൻസ് സീൻ ഉണ്ടായിരുന്നു അതിനകത്ത്. കലാഭവമണി അയാൾ ചെയ്ത ഒരു ഹ്യൂമർ ക്യാരക്ടർ എന്ന് ഭയങ്കര പ്രസിദ്ധമായിരുന്നു ആ പടത്തിൽ. അപ്പൊ അദ്ദേഹത്തിന്റെ മുറപ്പെണ്ണുള്ളൊരു ഡ്രീമാണ് അയാളുടെ. ആ ഡ്രീമില് ഇവർ തമ്മിലൊരു ലവ് സീൻ പ്ലാൻ ചെയ്തപ്പം കലമാസ്ത്രോ ആരാണ്ടാണ് ഇങ്ങനെ ദിവ്യാവുണ്ണി പറഞ്ഞപ്പോൾ ദിവ്യാവുണ്ണി പറഞ്ഞത് വിനയ് സാറിന്റെ അടുത്ത് പറഞ്ഞിരുന്നത് എന്റെ നായകൻ ദിലീപേട്ടനാണെന്നാണ് എന്ന് പറഞ്ഞു. ഞാനത് ചെന്ന് പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞു ഇത് വേറെ സ്വപ്നമാണ്, ഞാൻ നായകൻ ദിലീപ് തന്നെയാണ് എന്ന് പറഞ്ഞു. ആ ഒരു പരിചയക്കുറവിന്റെയും പ്രായത്തിന്റെ അവസ്ഥയിൽ ആ കുട്ടിക്ക് അത് മനസ്സിലായി, അവളത് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഏതോ ഒരു അത് കഴിഞ്ഞുള്ള ഒരു പ്രോഗ്രാമില് മണിയുടെ ഒരു ഹ്യൂമർ ലൈനിൽ അത് അവതരിപ്പിച്ചു. ഇങ്ങനെ എന്റെ ഒരു കറുപ്പ് നിറം കണ്ടിട്ട് എന്നോട് ഇങ്ങനെ അഭിനയിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പിന്നെ വിനയൻ സാറ് പറഞ്ഞു കുട്ടി നീ അഭിനയിക്കുന്നു എന്ന് പറഞ്ഞൊക്കെ പറഞ്ഞ ഒരു മിമിക്രിയിൽ ഇവിടെ ഇത് അവതരിപ്പിച്ചു. അതിന് ശേഷം ഉണ്ടായ ഒരു ഇൻസിഡന്റ് ഇതും കൂടി കൂട്ടി വെച്ചിട്ടാണ് ഈ ന്യൂസ് ഉണ്ടായത്. കാരണം ആ സിനിമ അങ്ങനെ കഴിഞ്ഞു, ദിവ്യ ഉണ്ണി അത് ഒരു പ്രശ്നമില്ലായിരുന്നു, അഭിനയിച്ചിട്ട് പോയി. പിന്നെ ഞാൻ മണിയെ വെച്ച് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്നുള്ള ചിത്രം എടുക്കുമ്പോഴാണ് മണിയുടെ നായികയായിട്ടൊരു പ്രമുഖ യുവനടി അഭിനയിക്കാനായിട്ട് ഞാനിങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ എന്നോട് ഭയങ്കര ബഹുമാനത്തോടുകൂടി ഒഴിഞ്ഞു മാറി. ആ ഒഴിഞ്ഞു മാറ്റം എനിക്കത് ഫീൽ ചെയ്തിരുന്നു. അവർ ആ സമയത്ത് ഫ്രീ ആയിരുന്നു. അപ്പോൾ അത് മണിയോട് കൂടെ അഭിനയിക്കാനുള്ള ബുദ്ധിമുട്ടാണ് പലരും അങ്ങനെ അതിനുശേഷം പറഞ്ഞ ഒരവസ്ഥ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഞാനിങ്ങനെ പറഞ്ഞിരുന്നു. ആ നടി പിന്നെ എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, തമിഴിലെടുത്തപ്പോഴൊക്കെ അവർ അഭിനയിക്കുകയും ചെയ്തു. അത് ദിവ്യ ഉണ്ണിയാണ് എന്നുള്ള രീതിയിലാണ് ആ ന്യൂസ് വന്നത്. സത്യത്തിൽ കല്യാണ സൗന്ദര്യത്തിൽ ദിവ്യ ഉണ്ണി എന്റെ നായകൻ ദിലീപേട്ടൻ അല്ലേ എന്ന് ചോദിച്ചു. ഞാനത് പറഞ്ഞപ്പോൾ അവരൊക്കെ മനസ്സിലാകുകയും ചെയ്തു. പക്ഷേ മണിയുടെ കൂടെ അഭിനയിക്കാൻ ബുദ്ധിമുട്ടുക പറഞ്ഞ നടി അതൊരിക്കലും അല്ല. അങ്ങനെയൊക്കെ സിനിമയിൽ ഉണ്ടാകും, നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ചിലരുടെ ചിലരുടെ മാർക്കറ്റ് മോശമായിരിക്കുമ്പം ചിലരോട് അഭിനയിക്കത്തില്ല എന്ന് പറഞ്ഞേക്കാം. ചിലരെയൊക്കെ ഇപ്പം വിലക്കി നിർത്തിയിരിക്കുന്ന സമയത്ത്, എൻ്റെയൊക്കെ വിലക്കുണ്ടായിരുന്ന സമയത്ത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത നടന്മാർ പോലും എന്നെ കാണുമ്പോൾ ഓടി മാറിപ്പോവും ഫേസ് തരാതെ. കാരണം കണ്ടാൽ എന്താവും എന്നുള്ള അവസ്ഥ. കാരണം സിനിമയിൽ കൊണ്ടുവന്ന ആളെ ഞാനായിരിക്കാം, പക്ഷെ എന്നാൽ പോലും എൻ്റെ സിനിമയിൽ അഭിനയിച്ചാൽ അയാളുടെ ലൈഫ് പോകും. അതുകൊണ്ട് ഞാനും അക്കാര്യത്തിൽ കണ്ടില്ല എന്നുള്ള ഭാവത്തിൽ നടന്നിരുന്നു. കാരണം നമുക്കറിയാം, സിറ്റുവേഷൻ അറിയാം. അതുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ കൂടുതൽ വിവരങ്ങളായിട്ട് വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.